വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതായത് നോട്ടിഫിക്കേഷൻ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതായത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 9th March ആണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് April 8 ആണ്. അപ്പോൾ March 9 തൊട്ട് April 8 വരെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡേറ്റ്സ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ വരുന്നത് 9th April മുതൽ 18th April വരെയാണ്. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് April 9 മുതൽ April 18 വരെ ആയിരിക്കും. അപ്പോൾ March 9 തൊട്ട് April 8 വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന ടോട്ടൽ വേക്കൻസീസ് 9144 അത് ഇന്ത്യയിലെ വിവിധ റെയിൽവേ സോണുകളിലായിട്ട് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3ക്ക് ടോട്ടലുള്ളത് 9144 വേക്കൻസിയാണ്. അതിൽ ഗ്രേഡ് 1 അതിന് പറയുന്നത് 1092 വേക്കൻസിയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കാണ് 8052 വേക്കൻസി വരുന്നത്. അങ്ങനെ ടോട്ടൽ 9144 വേക്കൻസിയാണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതിൻ്റെ ഇനീഷ്യൽ പേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 29200 ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 19900 മുതലാണ് ഇനീഷ്യൽ പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രിസ്ക്രൈബ്ഡ് ഏജ് ഇൻ ദ നോർമൽ കോഴ്സ് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ 18 to 33 years ആണ്. പക്ഷേ ഏജ് ആപ്ലിക്കബിൾ ടു ദിസ് CN പറയുന്നത് 18 to 36 years ആണ്. അപ്പോൾ 18നും 36നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കോ പ്രിസ്ക്രൈബ്ഡ് ഏജ് പറയുന്നത് 18 to 30 years ആണ്. പക്ഷേ ഈ ഇതനുസരിച്ച് ഏജ് ആപ്ലിക്കബിൾ ടു ദിസ് CN പറയുന്നത് 18 to 33 years ആണ്. അപ്പോൾ 18നും 33നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അത് വേണ്ടുന്ന കാൻഡിഡേറ്റ്സ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് പറയുന്നത് 500 രൂപയാണ്. ഇതിൽ 400 രൂപ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം CBT അറ്റൻഡ് ചെയ്തതിന് ശേഷം റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അത് ഓൾ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ്. ഇനി ഫോർ കാൻഡിഡേറ്റ്സ് ഹു ബിലോങ് ടു SC, ST, എക്സ് സർവീസ് മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അവർക്ക് പറയുന്നത് 250 രൂപയാണ്. ഈ കാൻഡിഡേറ്റ്സിന് CBT അറ്റൻഡ് ചെയ്തതിന് ശേഷം അടച്ച മുഴുവൻ ഫീസും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. എല്ലാ കാൻഡിഡേറ്റ്സും എക്സാം അറ്റൻഡ് ചെയ്തതിൽ മാത്രമേ ഈ ഫണ്ട് റീഫണ്ടായിട്ട് വരുള്ളൂ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് പറയുന്നത് ഗ്രേഡ് 1 അപ്ലൈ ചെയ്യുന്നവർക്ക് BE or BTech, എൻജിനീയറിംഗ് ഡിപ്ലോമ ഓർ BSc ഓർ എൻജിനീയറിംഗ് ഡിഗ്രി. ഇതാണ് ഗ്രേഡ് 1 അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി ഗ്രേഡ് 3 അപ്ലൈ ചെയ്യുന്നവർക്ക് ക്ലാസ് 10th വിത്ത് ITI സർട്ടിഫിക്കറ്റ് ഇൻ റിലേറ്റഡ് ട്രേഡ് അല്ലെങ്കിൽ 12th വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് നോക്കാം, ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് RRBയുടെ ഏത് സോണിലേക്കാണ് നമ്മൾ റെയിൽവേയുടെ ഏത് സോണിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ rrb.tirunavaram.gov.in ആയിരിക്കും അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെയും മെഡിക്കൽ എക്സാമിനേഷൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ 3 സ്റ്റേജിലൂടെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നോക്കുക, എക്സാം പാറ്റേൺ ആണ്. അത് ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെയും 3യുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിലാദ്യം നോക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ എക്സാം പാറ്റേൺ ആണ്. അവിടെ സബ്ജക്റ്റുകൾ വരുന്നത് ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്രയും കാര്യങ്ങളാണ്
CBT ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതിൽ വരുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ ജനറൽ അവയർനെസ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 10 ആയിരിക്കും അവിടെ മാർക്ക്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 15 ക്വസ്റ്റ്യൻസ് ആണ്, 15 ആയിരിക്കും മാർക്ക്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 20 ആയിരിക്കും മാർക്ക്. മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അവിടെ 35 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 35 ആയിരിക്കും മാക്സിമം മാർക്ക്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാക്സിമം മാർക്ക് 100 തന്നെയാണ്. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 1/3 ആണ്. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയം 90 മിനിറ്റ് ആയിരിക്കും, അതായത് 1.5 മണിക്കൂർ. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ എക്സാം പാറ്റേൺ ആണ് പറഞ്ഞത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ എക്സാം പാറ്റേൺ ആണ്. അവിടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. മാത്തമാറ്റിക്സിൽ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും. 100 ആയിരിക്കും മാക്സിമം മാർക്ക്. എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സമയം 90 മിനിറ്റ് ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയും 1/3 തന്നെയാണ്. അപ്പോൾ ഇത് CBT ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്